ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, അഗ്രികൾച്ചർ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ BSc, MSc, BTech ഇൻ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, ഇനി ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ, അങ്ങനെ പല മേഖലകൾ അഗ്രികൾച്ചർ എക്സാമിനേഷൻ എഴുതുന്നവർ അല്ലെങ്കിൽ അഗ്രികൾച്ചർ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ അവർ നിരവധി PSc എക്സാമിനേഷന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അവരൊക്കെ എക്സാമിനേഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. ഇപ്പോൾ അഗ്രികൾച്ചർ അസിസ്റ്റൻ്റ് എക്സാം കഴിഞ്ഞിട്ട് വിശ്രമിക്കുന്ന വേളയായിരിക്കും, അറിയാം. പക്ഷേ അതിനുള്ള സമയമല്ല. കാരണം എന്താണ്, അഗ്രികൾച്ചർ എക്സാം എഴുതി കഴിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം എക്സാമുകളുടെ ഒരു 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 നീണ്ട നിര തന്നെ ഇനി മുമ്പിലേക്ക് വരികയാണ്. ഒരുപക്ഷെ വേറെ ഏതെങ്കിലും ഒരു മേഖലയ്ക്ക് ഇത്ര മാത്രം പൊതുമേഖലയിൽ അല്ലെങ്കിൽ സർക്കാർ സംവിധാനത്തിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുന്നതായിരിക്കും ഒരു പരിധിവരെ സത്യം. അത് അഗ്രികൾച്ചർ മേഖലയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം നിരവധി അവസരങ്ങളാണുള്ളത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും ഡ്രീമായിട്ടുള്ള പൊസിഷനിൽ എത്തുന്നവരെ വിശ്രമിക്കാനുള്ള സമയമില്ല. നിങ്ങൾ ഇപ്പം കഴിഞ്ഞെടുത്ത് വന്ന് വീണ്ടും എന്ത് ചെയ്ത് തുടങ്ങുക, റൺ ചെയ്ത് തുടങ്ങുക നിങ്ങളുടെ അൾട്ടിമേറ്റ് ഗോളിലേക്ക്. അതായത് ആദ്യത്തെ PSCയുടെ അപ്പോയിൻമെന്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ദിവസം വേണമെങ്കിൽ നിങ്ങൾ വിശ്രമിച്ചോളൂ. അതുവരെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എഫർട്ട് ഇടുക. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കിട്ടും. അതായത് മറ്റേതൊരു മേഖലയിലുള്ളവരെക്കാളും പെട്ടെന്ന് സർക്കാർ ജോലി കിട്ടുന്ന ആൾക്കാരാണ് പൊതുവേ അഗ്രികൾച്ചർ മേഖലയിലുള്ളവർ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്ന് ശ്രമിച്ചാൽ മതി, നിങ്ങൾക്ക് നിസ്സാരമായിട്ട് ഈ ലക്ഷ്യത്തിലേക്ക് എത്താം. അപ്പം അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിൽ ആദ്യത്തേത് ഫാർമസിസ്റ്റന്റ് ഗ്രേഡ് 2 ആണ്. അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഫാർമസിസ്റ്റന്റ് ഗ്രേഡ് 2. അടുത്തത് ജൂനിയർ ഇൻസ്ട്രക്ടർ ഹോർട്ടിക്കൾച്ചർ, അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഫുഡ് സേഫ്റ്റി ഓഫീസർ അഗ്രികൾച്ചർ ബാക്ക്ഗ്രൗണ്ടിൽ മാത്രമുള്ളവർക്കല്ല, പക്ഷേ അഗ്രികൾച്ചർ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും എഴുതാമായിരുന്നു. അവർക്കും അതിനകത്തൊരു യോഗ്യതയാണ് PSC വെച്ചിരിക്കുന്നത്. ഈ 3 തസ്തികകളും ഓൾറെഡി PSC നോട്ടിഫിക്കേഷൻ ഇടുകയും PSC നോട്ടിഫിക്കേഷൻ ഇട്ടിട്ട് അതിൻ്റെ ടൈം കഴിയുകയും ചെയ്തതാണ്. അപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ എക്സാമിനേഷൻ, അതിൻ്റെ കൺഫർമേഷൻ എക്സാമിനേഷൻ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്താൽ മതി. ഇനി അടുത്തത് അഗ്രികൾച്ചർ ഓഫീസറാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ്. ഇതിന്റെ എക്സാം കഴിഞ്ഞിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ നിലവിൽ വാലിഡായിട്ട് നിൽക്കുകയാണ്. 26 വരെയുണ്ട്. ഇതിലേക്ക് ഉൾപ്പെടുത്താൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആദ്യം പറഞ്ഞിരിക്കുന്ന എക്സാമിനേഷനുകളൊക്കെ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ എത്തുന്ന സമയമാകുമ്പോഴേക്കും നിലവിലെ PSCയുടെ രീതി അനുസരിച്ച് പുതിയ അഗ്രികൾച്ചർ ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ കൂടി നിങ്ങൾക്ക് വരുമെന്നുള്ളതാണ്. ഈ പറഞ്ഞതിൽ ഒരുവിധം ഏറ്റവും വലിയ പ്രസ്റ്റീജിയസ് പോസ്റ്റാണ് ഈ പറയുന്ന അഗ്രികൾച്ചർ ഓഫീസർ, അറിയാമല്ലോ. അപ്പം അതുകൊണ്ടാണ് എടുത്തത് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഓരോരോ പോസ്റ്റുകളെ പറ്റി നോക്കാം. പ്രത്യേകിച്ചും അഗ്രികൾച്ചർ ഓഫീസറിന്റെ അഡ്വൈസ് എത്രത്തോളം പോയി, എങ്ങനെയാണ് അതിന്റെ അവസ്ഥ, എല്ലാം നമ്മൾ നോക്കാൻ പോവുകയാണ്. അപ്പം ഓർത്തിരിക്കുക, എല്ലാ അഗ്രികൾച്ചർ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരും ഏത് രീതിയിൽ അഗ്രികൾച്ചർ ഡിഗ്രി ഉള്ളവരും എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് എത്രമാത്രം ഈസി ആയിട്ട് നിങ്ങളുടെ എക്സാമിനെ ക്രാക്ക് ചെയ്യാവുന്ന നിങ്ങളുടെ അവസരം എന്താണെന്നും നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഫാർമസിസ്റ്റന്റ് ഗ്രേഡ് 2 ആണ്. ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് 1/4/2024 1/4/2024 ഇതിന്റെ നോട്ടിഫിക്കേഷൻ. ഇതിന്റെ സമയം ഓൾറെഡി നമ്മൾ കഴിഞ്ഞു. അതായത് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് സമയം കഴിഞ്ഞു. കാറ്റഗറി നമ്പർ 32/2024 എന്ന പേരിലാണ് ഈ ഒരു ഫാർമസിസ്റ്റന്റ് ഗ്രേഡ് 2 അഗ്രികൾച്ചർ. ഫാർമസിസ്റ്റന്റ് വേറെയുണ്ട്, ഇത് അഗ്രിയുടെ വരുന്നത്. ഇതിന്റെ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞാൽ ആസ് യൂഷ്വൽ നമ്മൾ എന്താണ്, ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് ആണ്. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലേക്കാണ് നിങ്ങൾ അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത്. ഇനിയും ഇതിന്റെ പേ സ്കെയിൽ വന്നിട്ട് 35,600 മുതൽ 75,400 ആണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്, ഇവിടുത്തെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ 162 വേക്കൻസിയാണ്. ഈ 162 എന്ന് പറഞ്ഞ ഒരു വലിയ വേക്കൻസിയാണ്. പ്രത്യേകിച്ചും ഇത്രയൊരു ചെറിയ മേഖല തന്നെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ 162 ഉണ്ട്. അതായത് നോട്ടിഫിക്കേഷൻ വന്ന് കഴിഞ്ഞ് ക്ലോസ് ചെയ്യുമ്പോൾ പോലും ഈ വേക്കൻസി കൂടിയിട്ടുണ്ടാവും. അതായത് നിങ്ങൾ എക്സാം എഴുതുന്ന സമയമാകുമ്പോഴത്തേന് ഈ 162 എന്നുള്ള ഉറപ്പായിട്ടും എന്ത് ചെയ്യും, കൂടിയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ലാത്ത കാര്യമാണ്. അപ്പം അത്യാവശ്യം എന്തുണ്ട്, നിയമന സാധ്യതയുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് ഇത്. 162 വേക്കൻസി ഉണ്ട്. ഇനി അപേക്ഷകരുടെ എണ്ണം നോക്കിയാലോ, BSc അഗ്രികൾച്ചർ അല്ലെങ്കിൽ അഗ്രികൾച്ചർ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരുടെ എണ്ണം കമ്പാരിറ്റീവ്ലി മറ്റു പരീക്ഷകളെക്കാളും കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത് കിട്ടാനുള്ള സാധ്യത ഏറെയാണ് എന്ന് നമുക്ക് കണക്കാക്കാം. ഇനിയും ഇതിന്റെ യോഗ്യത എന്താണ്, BSc അഗ്രികൾച്ചർ ആണ്. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഓർ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മാത്രം, അതായത് കേരളത്തിലെ PSC അംഗീകരിക്കുന്ന BSc അഗ്രികൾച്ചർ ഉള്ളവർക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം തന്നെ ഈ 162 എന്ന് പറയുന്ന സംഖ്യയുടെ അവസ്ഥ അറിയാമല്ലോ. നിങ്ങളുടെ മൊത്തത്തിലുള്ള എടുത്താൽ തന്നെ, അതായത് നമ്മൾ മൊത്തത്തിലുള്ളതിൽ തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യണമെന്നില്ല. വളരെ ചെറിയൊരു ശതമാനം ആൾക്കാരെ അപ്ലൈ ചെയ്യത്തുള്ളൂ. അതും നിങ്ങൾക്ക് കൂടുതൽ പോസിറ്റീവ് ഇത് കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ റാങ്കിൽ തന്നെ വരാം. മനസ്സിലായില്ലേ?
നമ്മളൊരു ജനറൽ കാറ്റഗറി എടുക്കുകയാണെങ്കിൽ നമ്മളൊരു എന്ത് ചെയ്യേണ്ടി വരും, ഒരു 50-60 വന്നു കഴിഞ്ഞാൽ തന്നെ ആ ഫസ്റ്റ് സ്ലോട്ടിൽ തന്നെ നിയമനം കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവും ഇല്ലാത്ത കാര്യമാണ്. അപ്പം മറക്കണ്ട, ഇത് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അടുത്തത് ജൂനിയർ ഇൻസ്ട്രക്ടർ ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്ന ഒരു തസ്തികയാണ്. ഇത് നോട്ടിഫിക്കേഷൻ വരുന്നത് 30/12/2023 30/12/2023 ഇതിന്റെ വേക്കൻസി അതിന്റെ BSc അഗ്രികൾച്ചർ ഉള്ളവർക്ക് എഴുതാമായിരുന്നു. അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ യോഗ്യത ഉള്ളവർക്കും എന്ത് ചെയ്യാമായിരുന്നു, ഇതിൽ ഇക്വലൻസി വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ മിനിമം യോഗ്യതയായിരുന്നു 10ാം ക്ലാസ്സും NCVT അതായത് ITA പോലെയുള്ള അഗ്രികൾച്ചർ ഡിഗ്രി ആയിരുന്നു അത് ചോദിച്ചിരുന്നത്. അതിന് മുകളിലോട്ട് ഏത് യോഗ്യത ഉള്ളവർക്കും BTech ഇൻ അഗ്രികൾച്ചർ ടെക്നോളജി ഒക്കെ ഉള്ളവർക്കൊക്കെ എന്ത് ചെയ്യാമായിരുന്നു, ഈ ഒരു കോഴ്സിൽ അപ്ലൈ ചെയ്യാമായിരുന്നു. ഹോർട്ടിക്കൾച്ചറിൽ ഉള്ളവർക്കൊക്കെ എഴുതാമായിരുന്നു. ഇതും ഒരു അക്കാഡമിക് അതായത് അധ്യാപന രീതി പോലെയുള്ള ഒരു മേഖലയായിരുന്നു. ഇതിന്റെ കാറ്റഗറി നമ്പർ വന്നിട്ട് 641/2023 ആയിരുന്നു. ജൂനിയർ ഇൻസ്ട്രക്ടർ ഹോർട്ടിക്കൾച്ചർ എന്നായിരുന്നു ഇതിന്റെ പേര്. നമുക്ക് അറിയാമല്ലോ ഹോർട്ടിക്കൾച്ചർ എന്താണെന്ന്, അഗ്രികൾച്ചർകാരോട് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഇതിന്റെ വേക്കൻസി അന്ന് ആന്റിസിപ്പേറ്ററി വേക്കൻസിയാണ്. അന്ന് ആന്റിസിപ്പേറ്ററി വേക്കൻസി ആണെങ്കിൽ നിലവിലുള്ള വേക്കൻസി ഒക്കെ ഉണ്ട്. ഏതൊരു തസ്തികയും 1-2 വേക്കൻസി ആണ് അല്ലെങ്കിൽ ആന്റിസിപ്പേറ്ററി വേക്കൻസി ആണ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കാതിരിക്കുന്നത്. കാരണം പലപ്പോഴും അവിടെ തസ്തികകൾ ജനറേറ്റ് ചെയ്യുകയും ഇത് എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ വളരെ പെട്ടെന്നായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇതിന്റെ വ്യാപ്തി കൂടുന്നതും ഇവിടെ നിയമനങ്ങൾ നടത്തുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് പറ്റും, നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നിയമനങ്ങൾ നടക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അപ്പം ഇവിടെ ആന്റിസിപ്പേറ്ററി വേക്കൻസി ആയിരുന്നു നോട്ടിഫിക്കേഷൻ എന്നതുകൊണ്ട് നിങ്ങൾ അതിനെപ്പറ്റി വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഉറപ്പായിട്ടും എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ വേക്കൻസി ഉയരും, വേക്കൻസി വരാതിരിക്കത്തൊന്നുമില്ല. പ്രതീക്ഷിത വേക്കൻസി ഇപ്പൊ എല്ലാ നിലവിൽ PSC വിളിക്കുന്ന മിക്കവാറും എല്ലാ പോസ്റ്റിന്റെ അവസ്ഥ അത് തന്നെയാണ്. പക്ഷേ എക്സാം ഒക്കെ ആകുമ്പോൾ എന്ത് പറ്റും, അവിടെ വേക്കൻസി വരും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പൊ ഇവിടെയും നിയമനങ്ങളൊക്കെ കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരുവിധ ഇതുമില്ല. ഇനി ഇവിടുത്തെ യോഗ്യത ഓൾറെഡി ഞാൻ പറഞ്ഞു, SSLC ഇൻ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ആയിരിക്കണം, NCVT ഇൻ ഹോർട്ടിക്കൾച്ചർ ആയിരിക്കണം, അല്ലെങ്കിൽ നാഷണൽ അപ്രന്റീസ് സർട്ടിഫിക്കറ്റ് ഒക്കെ ആയിരിക്കണം. ഇതിന്റെ മിനിമം യോഗ്യതയായിരുന്നു. പക്ഷേ BSc അഗ്രികൾച്ചറും അതിന് മുകളിലോട്ടുള്ളവർക്കും ഒക്കെ അപ്ലൈ ചെയ്യാമായിരുന്നു, ഇക്വലൻസി വെച്ചിട്ട് അപ്ലൈ ചെയ്യാമായിരുന്നു. അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. അതൊന്നും ഇനി പ്രസക്തിയുള്ള കാര്യമല്ല. പക്ഷേ അഗ്രികൾച്ചറുകാരെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്ന ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. മാത്രമല്ല സാലറി വന്നിട്ട് 37,400 മുതൽ 79,000 രൂപ സാലറി പാക്കേജ് ഉള്ളൊരു തസ്തിക കൂടിയായിരുന്നു. ഇനിയും ഇതിന്റെ അഗ്രികൾച്ചറിന്റെ ഇക്വലൻസി ആണ് ഈ കൊടുത്തിരിക്കുന്നത്. BSc അഗ്രികൾച്ചർ ഇതൊക്കെയായിരുന്നു തന്നെ യോഗ്യത. ഇതൊക്കെ ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതെല്ലാം അവരുടെ ഒരു യോഗ്യതയാണ്. അടുത്തത് ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്നുള്ളതാണ്. ഫുഡ് സേഫ്റ്റി ഓഫീസർ നമ്മൾ ഈ പറയുന്ന പോലെ ആസ് യൂഷ്വൽ അഗ്രികൾച്ചറുകാർക്ക് മാത്രമുള്ളൊരു യോഗ്യതയല്ല, അഗ്രികൾച്ചറുകാരുടെ ഒരു ഓപ്പർച്യൂണിറ്റി മാത്രമായിരുന്നില്ല. ഈ കൊടുത്തിരിക്കുന്ന യോഗ്യതയുള്ള എല്ലാവർക്കും അതിൽ അപ്ലൈ ചെയ്യാമായിരുന്നു. ഈ ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ നോട്ടിഫിക്കേഷൻ വരുന്നത് 1/3/2024 1/3/2024. അപ്പം ഈ 1/3/2024 നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഫുഡ് ടെക്നോളജി, ഡയറി ടെക്നോളജി, ബയോടെക്നോളജി, ഓയിൽ ടെക്നോളജി, അഗ്രികൾച്ചർ സയൻസ്, വെറ്റിനറി സയൻസ്, ബയോകെമിസ്ട്രി, മൈക്രോബയോളജി, മാസ്റ്റർ ഡിഗ്രി ഇൻ കെമിസ്ട്രി, ഇങ്ങനെ നീണ്ട ഒരു നിര തന്നെ ഇതിനകത്തുണ്ടായിരുന്നു. അതിൽ ഈ അഗ്രികൾച്ചർ സയൻസിന്റെ ഒരു കോൺടസ്റ്റിനാണ് നമ്മൾ BSc അഗ്രികൾച്ചർ അല്ലെങ്കിൽ അഗ്രികൾച്ചർ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞത്. അങ്ങനെ ധാരാളം അഗ്രികൾച്ചർ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റി. അപ്പം ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. നിങ്ങൾക്ക് വളരെ നന്നായിട്ട് കിട്ടുന്ന അത്യാവശ്യം നല്ല പേ സ്കെയിലുള്ള 39,300 മുതൽ 83,300 വരെ സാലറി കിട്ടുന്ന ഡിഗ്രി ലെവൽ ഒരു തസ്തികയാണ്. മാത്രമല്ല വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പോസ്റ്റാണ്. ഇതിന്റെ അന്നത്തെ കാറ്റഗറി നമ്പർ എന്ന് പറഞ്ഞാൽ 006/2024 എന്നൊരു കാറ്റഗറി നമ്പറിലൊക്കെ വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ്. മാത്രമല്ല നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും വളരെയധികം പ്രസക്തിയുള്ളൊരു മേഖല കൂടിയാണ് ഈ ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഇക്വലൻസി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് പ്രധാനമായിട്ടും BSc അഗ്രികൾച്ചർ സയൻസിനകത്ത് BSc ഹോർട്ടിക്കൾച്ചർ വരുന്നുണ്ട്, BSc അഗ്രികൾച്ചർ വരുന്നുണ്ട്, BSc ഹോണേഴ്സ് അഗ്രികൾച്ചർ വരുന്നുണ്ട്, MSc അഗ്രികൾച്ചർ വരുന്നുണ്ട്. അങ്ങനെ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലയിലുള്ളവർക്കും ഇതിൽ എന്ത് ചെയ്യാമായിരുന്നു, അപ്ലൈ ചെയ്യാമെന്നുള്ളതായിരുന്നു. അപ്പോൾ ഇതാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടുന്ന ഒരു കാര്യം. അപ്പോൾ ഫുഡ് സേഫ്റ്റി ഓഫീസറും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അഗ്രികൾച്ചർ ബാക്ക്ഗ്രൗണ്ടുകാരെ സംബന്ധിച്ചിടത്തോളം എഴുതാവുന്ന പ്രിപ്പയർ ചെയ്തെടുക്കാവുന്ന ഒരു തസ്തികയാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് അഗ്രികൾച്ചർ ഓഫീസർ എന്ന് പറയുന്ന തസ്തികയാണ്. നമ്മൾ ഈ പറഞ്ഞ തസ്തികകളിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട തസ്തികയാണ്. നിലവിൽ അഗ്രികൾച്ചർ ഓഫീസറിന്റെ അവസ്ഥ എന്താണ്? നിലവിൽ അഗ്രികൾച്ചർ ഓഫീസറിന്റെ റാങ്ക് ലിസ്റ്റ് നിൽക്കുകയാണ്. അപ്പം ഈ അഗ്രികൾച്ചർ ഓഫീസറിന്റെ പേ സ്കെയിൽ എത്രയാണ്? 55,200 മുതൽ 1,15,300 വരെയാണ്. നമുക്കൊക്കെ നാട്ടിലെ അഗ്രികൾച്ചർ ഓഫീസറിന്റെ അടുത്ത് പോയാണ് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നത്, നമ്മുടെ സർട്ടിഫിക്കറ്റ്സിന്റെ കോപ്പികളൊക്കെ അറ്റസ്റ്റ് ചെയ്യുന്നത്. അപ്പം അത്രത്തോളം അതോറിറ്റി ഉള്ള അല്ലെങ്കിൽ അത്രത്തോളം ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ജോലിയാണ്. അപ്പം ഇവിടെ ഈ അഗ്രികൾച്ചർ ഓഫീസർ പുട്ട് ചെയ്യാനുള്ള കാരണം അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞ 3 എക്സാമുകളും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബോണസ് ആണ്. ഈ ഒരു 3 എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്ത് എൻഡ് ഓഫ് ദ ടൈം, അതായത് 3 പരീക്ഷകളൊക്കെ എഴുതി കഴിയുമ്പോഴേക്കും നിങ്ങളുടെ
നിങ്ങളുടെ മുമ്പിൽ വന്ന് അവതരിക്കുന്ന ഒരു എക്സാമാണ് അഗ്രികൾച്ചർ ഓഫീസർ. കാരണം PSC ഇപ്പൊ കൃത്യമായിട്ട് ഒരു പാറ്റേൺ ഇട്ടാണ് പോകുന്നത്. ഒരു റാങ്ക് ലിസ്റ്റിന് 3 വർഷം വാലിഡിറ്റി കൊടുക്കുന്നതുകൊണ്ട് തന്നെ ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുന്നതിന്റെ പിറ്റേന്ന് തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്ന രീതിയിലാണ് ഇപ്പം PSC പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് വളരെ നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഗുണം എന്താണ്, നിലവിലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റാത്തവർക്ക് അടുത്ത റാങ്ക് ലിസ്റ്റിൽ പഠിച്ച് കയറുവാനുള്ള ഒരു അവസരം ഉണ്ടാവും. അതുപോലെ തന്നെ പഠിച്ചിറങ്ങിയവർക്ക് കൃത്യമായിട്ടുള്ള അവസരം കിട്ടും. അവസരങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നൊക്കെ ഉള്ളതാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു ടച്ച് വിടാതെ ഈ കോഴ്സ് കൃത്യമായിട്ട് നമ്മുടെ ഓരോരോ കോഴ്സുകൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങൾ പഠിച്ചുകൊണ്ട് വന്ന് ഈ പരീക്ഷകൾ ഓരോ ഘട്ടം ഘട്ടമായിട്ട് എഴുതുകയാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ അവസാനം വന്ന് അവതരിക്കുന്ന ഒരു 10ാമത്തെ അവതാരമായിരിക്കും ഈ അഗ്രികൾച്ചർ ഓഫീസർ എന്ന് പറഞ്ഞാൽ. വളരെയധികം സ്റ്റാറ്റസ് ഉള്ള, സാലറി ഉള്ള, പലപ്പോഴും നിങ്ങളുടെ നാട്ടിൽ തന്നെ ജോലി കിട്ടുന്ന ഒരു പോസ്റ്റ് ആയിരിക്കും ഈ അഗ്രികൾച്ചർ ഓഫീസർ എന്ന് പറഞ്ഞാൽ. ഇനി ഇതിന്റെ ഏജ് ലിമിറ്റ് അറിയാമല്ലോ, 18 മുതൽ 37 വയസ്സ് വരെയാണ് ഏജ്. അതിൽ തന്നെ ഏജ് റിലാക്സേഷൻ OBCക്കും SC STക്കും ഇങ്ങനെയുള്ള വിഭാഗത്തിനൊക്കെ ലഭിക്കും. ഇതിന്റെ യോഗ്യതകൾ എന്താണ്? ഇതിന്റെ യോഗ്യത എന്ന് പറഞ്ഞാൽ BSc ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ അങ്ങനെയുള്ള മേഖലയിലുള്ള ഡിഗ്രിയാണ് പ്രധാനം. അതിൽ ഇക്വലൻസി ഉണ്ടാവും, അത് വെച്ചിട്ടുള്ള ഒരു ഡിഗ്രി. എന്തായാലും BSc വേണം, അത് അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റിൽ നിന്ന് ആയിരിക്കണം എന്നത് മസ്റ്റാണ്. അപ്പം അതാണ് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് ഇതിന്റെ ഒരു നിലവിലെ അവസ്ഥ അല്ലെങ്കിൽ വേക്കൻസി ഡീറ്റെയിൽസ് എന്തായിരിക്കും, ആൻറ്റിസിപ്പേറ്ററി വേക്കൻസി എങ്ങനെയായിരിക്കും വരുന്നത് എന്നൊക്കെയുള്ളതാണ്. ഇപ്പം നിലവിൽ ഓൾറെഡി എക്സാം കഴിഞ്ഞിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം റാങ്ക് ലിസ്റ്റ് നിലവിൽ നിൽക്കുകയാണ്. ആ റാങ്ക് ലിസ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ നോക്കൂ, അഗ്രികൾച്ചർ എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ 9/2/2023 നടന്നത്. അതിനകത്ത് തന്നെ ഇതിനോടകം തന്നെ 430 അഡ്വൈസ് പോയിട്ടുണ്ട്. അതായത് ലാസ്റ്റ് അഡ്വൈസ് കൊടുക്കുന്നത് 21/8/2024 21/8/2024 ലാസ്റ്റ് അഡ്വൈസ് കൊടുക്കുന്ന ദിവസം വരെ 430 വേക്കൻസിയുടെ ഡീറ്റെയിൽസ് എടുക്കുകയാണെങ്കിൽ, അതായത് ഈ വർഷം തന്നെ, അതായത് 2026 വരെ ആയിരിക്കും ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി അതുകൊണ്ട് ഈ വർഷം തന്നെ 86 105 വേക്കൻസികൾ പുതുതായിട്ട് റിപ്പോർട്ട് ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത്. അതായത് ഈ നിലവിൽ ഓർത്തിരിക്കേണ്ടത് ഇതിനോടകം തന്നെ 430 വേക്കൻസി അഡ്വൈസ് കൊടുത്തൊരു സർവീസിലേക്ക് ഇനിയും ഏതാണ്ട് 130ഓളം അഡ്വൈസ് കൂടി പോകുന്നു. ഏതാണ്ട് 500-ലധികം അഡ്വൈസ് ഈ കുറഞ്ഞ കാലയളവിൽ തന്നെ ഈ ഒരു തസ്തികയിലുണ്ടായി. അപ്പോൾ ഈ ഒരു കാലാവധി കഴിയുമ്പോഴും ഇതുപോലെ തന്നെ ആയിരിക്കും ഉണ്ടാകുന്നത്. ഓരോ വർഷവും റിട്ടയർമെന്റിന് ആനുപാതികമായിട്ട് വേക്കൻസി ജനറേറ്റ് ചെയ്ത് വരുന്നൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ഒരു അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് പറ്റും, നിങ്ങൾ പഠിച്ചിറങ്ങി, അതായത് നിങ്ങളുടെ ഈ ഒരു പ്രിപ്പറേഷൻ ട്രാക്ക് കൃത്യമായിട്ട് മുമ്പോട്ടാണ് നിങ്ങൾ കൊണ്ടുപോകുന്നതെങ്കിൽ, അതായത് ഒന്നിനും ഗ്യാപ്പ് വരും. നമ്മുടെ ഈ പഠനത്തിന്റെ ഒരു കുഴപ്പമുണ്ട്, നമ്മൾ ഗ്യാപ്പ് ഇട്ടാൽ മടിച്ച് നമ്മൾ ഒന്നും പിന്നെ ചെയ്യാതിരിക്കും. എല്ലാവർക്കും ഉള്ളൊരു അനുഭവമാണ്. അപ്പോൾ നമ്മളിത് ഓരോരോ എക്സാമിനേഷനായിട്ട് ഇപ്പം നിങ്ങൾ കരുതുന്നുണ്ടായിരിക്കും ആദ്യം പറഞ്ഞ പല തസ്തികകളുടെയും സ്കെയിൽ കുറവാണ്, സ്റ്റാറ്റസ് കുറവാണ്, നിങ്ങളുടെ ഡിഗ്രിക്കാരൻ താഴെയുള്ളതാണ് എന്നൊക്കെ കരുതുന്നുണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ ഇതിനെല്ലാം എഫേർട്ട് ഇട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടും. ഒപ്പം തന്നെ അവസാനം ഇതുപോലൊരു വലിയൊരു തസ്തിക നിങ്ങളുടെ മുമ്പിൽ വരും. അല്ലാതെ ആ സമയത്ത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും കാര്യത്തിൽ ഇൻവോൾവ് ആയിട്ട് പെട്ടെന്ന് ഇതിലേക്ക് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഓടി എത്താനുള്ള ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അതേ ഫ്ലോയിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ ഒരു സേഫ് ലാൻഡ് സാധ്യമായിരിക്കും. നല്ല ഒരു റാങ്കിൽ തന്നെ ഈ 500 സംതിങ് റാങ്ക് ഒക്കെ അഡ്വൈസ് പോകുന്ന സ്ഥിതിക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നിങ്ങളൊരു 100-നടുത്തൊക്കെയാണ് റാങ്ക് ലിസ്റ്റിൽ വരുന്നതെങ്കിൽ, 100-നൊക്കെ അടുത്താണ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വരുന്നതെങ്കിൽ ഏതാണ്ട് റാങ്ക് ലിസ്റ്റ് വന്ന് 3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് അഡ്വൈസ് കിട്ടുകയും നിങ്ങൾക്ക് പ്ലേസ്മെന്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ നല്ല പ്രായത്തിലൊക്കെ കയറുകയാണെങ്കിൽ നിങ്ങൾ ഏത് റാങ്കിലായിരിക്കും റിട്ടയർ ആവുന്നതെന്ന് ആലോചിച്ച് നോക്കുക. അതിന്റെ സാലറിയും പേ സ്കെയിലും ഒക്കെ എന്തുമായിരിക്കും. ഏറ്റവും കൂടുതൽ ഗസറ്റ് ഓഫീസർ ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് ഈ പറയുന്ന അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് എന്ന് ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇനിയും അഗ്രികൾച്ചർ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷയിൽ നമുക്ക് തന്ന റിവ്യൂ ആണ് കുട്ടികൾ. നമ്മുടെ അസിസ്റ്റന്റിന്റെ എക്സാമിനേഷൻ, അഗ്രികൾച്ചർ അസിസ്റ്റന്റ് എക്സാമിനേഷന് കുട്ടികൾ തന്ന റിവ്യൂ ആണ്. അപ്പോൾ ക്ലാസ്സുകൾ എത്രത്തോളം ക്രിസ്പ് ആണെന്നും എത്രത്തോളം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ് എന്നും അവർ തന്നെ നമുക്ക് കമന്റിലൂടെ അറിയിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ക്ലാസ് എല്ലാം തന്നെ ക്രിസ്പാണ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലുള്ളതായിരുന്നു എന്നൊക്കെയുള്ളത്. നമുക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്ന ഏറ്റവും വലിയൊരു റെക്കഗ്നൈസേഷൻ ആണ്. കാരണം നമ്മൾ പഠിപ്പിക്കുന്നത് പരീക്ഷ പാസ്സാക്കാനും ജോലി കിട്ടാനും വേണ്ടി മാത്രമാണ്. അപ്പോൾ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷനും നിങ്ങൾക്ക് തരികയല്ല നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. നമ്മുടെ ലക്ഷ്യം കൃത്യമാണ്. നമ്മുടെ ലക്ഷ്യം നിങ്ങളെ PSCയുടെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ പ്രാപ്തരാക്കുക. ഈ കുട്ടികളുടെ എല്ലാ കമന്റ് നിങ്ങൾക്ക് തന്നെ വായിച്ചു നോക്കാൻ പറ്റും. നമ്മൾ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ക്ലാസ് നൽകുന്നതെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും, കേരളത്തിൽ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ക്ലാസ്സുകൾ നൽകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒന്നാണ് ഞങ്ങളുടേതെന്ന് കൃത്യമായിട്ട് ഞങ്ങൾക്ക് അവകാശപ്പെടാൻ പറ്റും. ഇനിയും
മറ്റൊരു ഇൻഫർമേഷൻ തരാനുള്ളതെന്ന് പറഞ്ഞാൽ ഫാർമസിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഇനി നമുക്ക് ഫാർമസിസ്റ്റിന്റെ എക്സാം ആണ് വരാൻ പോകുന്നത്. അതിൽ തന്നെ നമ്മുടെ മുമ്പിൽ ഏതാണ്ട് 200-നടുത്ത് ദിവസങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന, ഫാർമസിസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇൻസ്പയർ ചെയ്യേണ്ടി വരും. ഇനിയും തളരാതെ മുമ്പോട്ട് പോകാൻ പ്രാപ്തരാക്കേണ്ടി വരും. അപ്പം അതിനുവേണ്ടി നമ്മളൊരു 150 ഡേയുടെ ഒരു സ്റ്റഡി പ്ലാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതൊരു വെബിനാറിലൂടെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നമ്മുടെ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത് നമിത മിസ് ആണ്. നിങ്ങൾക്കെല്ലാം ഫെമിലിയർ ആയിട്ടുള്ള നമിത മിസ് ആണ്. ഇത് ഈ വെബിനാറിൽ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും റീസോൾവ് ചെയ്യാൻ പറ്റും. അതിലുപരി ഒരു പഠനത്തിന് ഒരു പ്ലാൻ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ പലപ്പോഴും പഠിക്കുന്ന എല്ലാവർക്കും, നന്നായി പഠിക്കുന്നവർക്കും ഇല്ലാത്തൊരു കാര്യമാണ് ഒരു പ്ലാനിങ്. ഇപ്പോൾ എപ്പോഴും ക്രാക്ക് ചെയ്യുന്ന, പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ കൂട്ടത്തിൽ പഠിച്ചിരിക്കുന്ന പലരും നമ്മളെക്കാളും വളരെ പിന്നിലാണെങ്കിൽ പോലും അവർ റാങ്ക് ലിസ്റ്റിൽ ഉന്നത അവസ്ഥയിലെത്തുകയും നമ്മൾ കുറച്ച് താഴെയായി പോവുകയും ചെയ്യും. പക്ഷേ പുള്ളി എഫർട്ട് ഇടുന്നതിൻ്റെ ഇരട്ടി നമ്മൾ ഇടുന്നുണ്ടായിരിക്കും. പക്ഷേ പുള്ളിക്കാരൻ അല്ലെങ്കിൽ പുള്ളിക്കാരി എന്തുകൊണ്ടാണ് നമ്മളെക്കാളും മുമ്പിലെത്തുന്നത്? അതിന് കൃത്യമായ ഉത്തരം പ്ലാനിങ് ആണ്. അപ്പം നമുക്കൊരു പ്ലാനിങ് ഇല്ലാത്തതാണ് പലപ്പോഴും നമ്മുടെ കുറച്ച് പിന്നോട്ടേക്ക് നമ്മളെ തള്ളുന്നത്. അതിനുവേണ്ടി കൃത്യമായിട്ടൊരു 150 ഡേ കൊണ്ട് നിങ്ങൾക്ക് മുഴുവൻ കാര്യങ്ങളും, അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും പഠിക്കുവാനും അതിനോടൊപ്പം തന്നെ അതിന് ടോപ്പ് ടു ബോട്ടം നിങ്ങൾക്ക് മനസ്സിലാക്കാനും, അതിൽ ഏതൊക്കെ റിജക്ട് ചെയ്യണം, ഏതൊക്കെ ഉൾക്കൊള്ളണം, ഏത് രീതിയിൽ പഠിക്കണം, ഏതൊക്കെ രീതിയിൽ അസസ് ചെയ്യണം, ക്വസ്റ്റ്യൻസിന്റെ ഡൈമെൻഷൻസ്, ഈ പുതിയ പാറ്റേണിൽ PSC ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഡൈമെൻഷൻസ്, ഓരോ ലെവലിലെ എക്സാമിനേഷനും ഏതൊക്കെയായിരിക്കും ക്വസ്റ്റ്യനുകളുടെ ലെവൽ ഓഫ് ഗ്രാവിറ്റി, ഇതൊക്കെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റൂ. എക്സാം ക്രാക്ക് ചെയ്യാൻ മാത്രമല്ല നമ്മുടെ ലക്ഷ്യം എന്താണ്? റാങ്ക് ലിസ്റ്റിന്റെ മുമ്പിൽ എത്തുക എന്നുള്ളതാണ്. അതിന് കൃത്യമായിട്ടൊരു പ്ലാൻ വേണം. ആ പ്ലാനിലേക്ക് എത്തിക്കുവാൻ നമ്മുടെ ഫാർമസിസ്റ്റന്റ് എന്ന് പറയുന്ന ഫാർമസിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വെബിനാറിന് കഴിയുമെന്നത് സംശയമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഫാർമസിസ്റ്റിന്റെ വെബിനാറിൽ പങ്കെടുക്കണം. അതിന് താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പം നിങ്ങൾ ഈ ഗൂഗിൾ ഫോമിൽ ഫില്ല് ചെയ്താൽ നിങ്ങൾക്ക് അത് കയറാൻ പറ്റും. പിന്നെ തീർത്തും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത് തികച്ചും സൗജന്യമാണ്. ഇതിന് യാതൊരുവിധ ചെലവുകളുമില്ല, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. നിങ്ങൾക്ക് ആ ലിങ്ക് വഴി കണക്ട് ചെയ്ത് കയറാവുന്നതാണ്. ഈ വെബിനാറിൽ പങ്കെടുക്കുന്നതിന് നിങ്ങൾക്ക് യാതൊരുവിധ എക്സ്പെൻസും ഇല്ല. ജസ്റ്റ് നിങ്ങളുടെ സമയം, നിങ്ങളുടെ വിലപ്പെട്ട സമയം ഇതിനു വേണ്ടി മാറ്റി വെക്കുക. അതുകൊണ്ട് നിങ്ങൾക്കുള്ള ഗുണം, ജീവിതത്തിലേക്ക് കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടി ഒരു ഗവൺമെന്റ് ജോലിയിലേക്ക് എത്താനുള്ളൊരു മാർഗം ഉണ്ടാവുക എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴ്സിനെ പറ്റിയാണ്. നമ്മുടെ ഫാർമസിസ്റ്റന്റ് ഗ്രേഡ് 2-ന്റെയും ജൂനിയർ ഇൻസ്ട്രക്ടർ ഹോർട്ടിക്കൾച്ചറിന്റെയും ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെയും കോഴ്സ് കോംബോ ആയിട്ട് നൽകുന്നുണ്ട്. കോംബോ ആയിട്ട് എടുക്കുമ്പോൾ അതിന് ആനുപാതികമായിട്ടുള്ള ഡിസ്കൗണ്ട് നമ്മൾ നൽകുന്നുണ്ട്. ഇനിയും ഈ കോംബോ ആയിട്ട് എടുക്കാൻ താല്പര്യമില്ലാത്ത ഇൻഡിവിജ്വലായിട്ടും കോഴ്സുകൾ എടുക്കാവുന്നതാണ്. കോംബോ ആയിട്ട് എടുക്കുമ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു പരീക്ഷയ്ക്ക് ഒറ്റ പഠനത്തിലൂടെ തന്നെ 3 പരീക്ഷകൾ നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുമെന്നുള്ളതാണ്. വെറുതെ നമ്മുടെ വിലപ്പെട്ട സമയം കളയാതെ ഒറ്റ കോംബോയിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചുകൊണ്ട് ഈ 3 പരീക്ഷകളെയും ക്രാക്ക് ചെയ്ത് ജീവിതം ഒരു സെക്യൂറായി. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒന്നിലധികം റാങ്ക് ലിസ്റ്റുകളിൽ ഏതാണ്ട് ടോപ്പ് റാങ്കിൽ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, സൊസൈറ്റിയിൽ നമുക്ക് കിട്ടുന്ന ഒരു റെക്കഗ്നൈസേഷൻ, ഇതൊന്നും ചെറിയതാണെന്ന് കരുതരുത്. ഇപ്പം ഒന്നിലധികം റാങ്ക് ലിസ്റ്റിൽ കയറിയ ഒരാളാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സൗഹൃദ വലയത്തിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വലിയ ടോപ്പ് ഒരു എമിനന്റ് സ്റ്റാറ്റസ് ഉണ്ട്. ആ എമിനന്റ് സ്റ്റാറ്റസ് കിട്ടാനുള്ള ഒരു വഴി കൂടിയാണ്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ മിസ്സാക്കരുത്. നിങ്ങൾ കൃത്യമായിട്ട് ഇതൊരു കോംബോ ഓഫറിൽ എടുക്കുക. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ബെനിഫിറ്റ്, വലിയൊരു ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനിയും പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സുകളുടെ പ്രത്യേകതയാണ് ഇതിൻ്റെ എല്ലാ 3 കോഴ്സുകൾക്കും നമ്മൾ ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സുകളാണ് നൽകുന്നത്. ലോകത്തിൻ്റെ ഏത് കോണ്ടിനും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെന്നുള്ളത് ഉറപ്പുള്ളൊരു കാര്യമാണ്. പിന്നെ ലൈവായിട്ട് തന്നെ നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനുള്ള സംവിധാനമുണ്ട്. ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ട്. ഇനി 24 മണിക്കൂർ നിങ്ങളുടെ എന്ത് കാര്യങ്ങളും, അതായത് കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടും നിങ്ങളുടെ സ്റ്റഡിയായിട്ട് ബന്ധപ്പെട്ടും ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്കംഫർട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ ഷെയർ ചെയ്യാൻ 24/7 പ്രവർത്തിക്കുന്ന ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോം വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതുവഴി നിങ്ങളുടെ അക്കാഡമിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും, ഡിസ്കംഫർട്ടും നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അതിനുള്ള പരിഹാരം കാണുവാൻ മെന്റേഴ്സ് 100% സജ്ജരായിട്ടുണ്ടാവും. ഇനി പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഡേറ്റോ വർഷമോ ഒന്നും കണക്ക് കൂട്ടിയിട്ടല്ല. ഇത് എന്ന് വരെയാണോ പരീക്ഷ നടക്കുന്നത്, എന്നാണോ ഇതിൻ്റെ എക്സാം ഡേറ്റ്, അന്ന് വരെ നമ്മൾ ഈ കോഴ്സിൻ്റെ ഫെസിലിറ്റി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുള്ളതാണ്. അല്ലാതെ കേവലം ഒരു പീരീഡ് ഓഫ് ടൈം പറഞ്ഞല്ല ഇത് നൽകുന്നത്. എക്സാമിൻ്റെ എൻഡ് വരെ, അതായത് എക്സാമിൻ്റെ ഡേറ്റ് വരെ നമ്മൾ ഈ കോഴ്സ് നിങ്ങൾക്കായിട്ട് നൽകുമെന്നുള്ളത് 100% ഉറപ്പ് നൽകുന്നൊരു കാര്യമാണ്. ഇനിയും മെൻറ്റർ ചെയ്യുന്നതിനായിട്ട് വെൽ അവെയർ ആയിട്ടുള്ള, ഏറ്റവും
പ്രഗത്ഭരായിട്ടുള്ള മെന്റേഴ്സാണ് നിങ്ങളെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പരീക്ഷകൾ ക്രാക്ക് ചെയ്യാൻ പറ്റും. മാത്രമല്ല അവർ നിരവധി റാങ്ക് ലിസ്റ്റിൽ വിജയിച്ചിട്ടുള്ളവരുമാണ്. അപ്പം അവർക്ക് കൃത്യമായിട്ടൊരു ഗൈഡ് ചെയ്ത് തരാനുള്ള കഴിവുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടാനും പറ്റും. അപ്പം എല്ലാവരും വെബിനാറിൽ പങ്കെടുക്കുമെന്നും വീഡിയോ കൃത്യമായി മനസ്സിലായി കാണുമെന്നും കരുതുന്നു. കോഴ്സുകൾ പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അതിലൂടെ നിങ്ങൾക്കൊരു കേരള സർക്കാർ ജോലിയാണ് നിങ്ങളുടെ കൈകളിലേക്ക് വരുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.